ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം ഇത്രയധികം അബ്യൂസസ് വെളിപ്പെട്ടിട്ടുണ്ട്, കോഗ്നിസബിൾ ഒഫൻസസ് വെളിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമിതി അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന സമിതി ഈ പരാതികൾ അല്ലെങ്കിൽ ഈ മൊഴികൾ പരിശോധിച്ച് ഏതൊക്കെയാണ് കേസെടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് പരാതി ഉള്ളത് എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതുമായി മുന്നോട്ട് പോകട്ടെ. കാരണം നീതി നടപ്പാവണം, നിയമം നടപ്പാവണം. അതാണ് ഏത് പൗരനും ആവശ്യപ്പെടാനും ആഗ്രഹിക്കാനും കഴിയുക. അതിനപ്പുറത്ത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സിനിമാക്കാരുടെ യോഗങ്ങൾ വിളിച്ച് അവരുടെ സംഘടനകളെ വിളിച്ച് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും സ്വാഭാവികമായും സർക്കാർ തേടുന്നുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ വായനകൾക്ക് പ്രസക്തി ഉണ്ടോ? ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് 2-3 ചോദ്യങ്ങൾ ഈ ഗായത്രി വർഷയോട് ചോദിക്കാനുണ്ട്. കാരണം അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അവർ പറഞ്ഞത് സാംസ്കാരിക മണ്ഡലത്തിൽ നിൽക്കേണ്ടതാണ്, രാഷ്ട്രീയ മേഖലയിൽ നിൽക്കേണ്ടതല്ല. ഞാൻ അതിനോട് പകുതി വിയോജിപ്പാണ്. കാരണം സമൂഹത്തിൽ നടക്കുന്ന ഏത് വിഷയത്തിലും അത് സാംസ്കാരിക മേഖലയായാലും സാമ്പത്തിക മേഖലയായാലും സാമൂഹ്യ മേഖലയായാലും ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിൽ ഇടപെടാനും അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അത് പരസ്പരം ചെളിവാരി അറിയാനുള്ളതല്ല. പക്ഷേ ഗായത്രി വർഷ ഇന്നോ ഇന്നലെയോ ഞാൻ വീഡിയോ കണ്ടത് ഇതാണ്. അവർ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ത്യൻ പ്രസിഡൻറ്റ് നോക്കുകുത്തിയാണ്. അപ്പോൾ ആ ഇന്ത്യൻ പ്രസിഡൻറ്റ്, നോക്കുകുത്തിയായ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ പോലെ ഒരാളെ അല്ല നമുക്ക് വേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു. അതെന്ത് രാഷ്ട്രീയമാണ്? അതൊരു മര്യാദഘട്ട രാഷ്ട്രീയമല്ലേ? ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ സംസാരിച്ചപ്പോൾ അവിടെ രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല, നമുക്ക് സാംസ്കാരിക മണ്ഡലത്തിൽ നിൽക്കാമെന്ന് പറയുക. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഒരു ബന്ധവുമില്ലാത്ത വിഷയം വരുമ്പോൾ ഇവരൊക്കെ വാചാലമാകുന്നു. ഇനി എനിക്ക് രണ്ടാമതൊരു ചോദ്യം അവരോട് ചോദിക്കാനുള്ളത്, അവരിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ അവർ വരുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സമ്മേളനം കഴിഞ്ഞിട്ടാണ്. എൻ്റെ ഒരു ചെറിയ സംശയമാണ്, ഞാൻ അറിയാത്തത് കൊണ്ടാണ്. അത് ശരിയല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കറക്റ്റ് ചെയ്യാം. ഈ പുരോഗമന കലാസാഹിത്യ സംഘം പുരോഗമനപരമാകണമെങ്കിൽ അതിന് പുരോഗമനപരമായി ചിന്തയുണ്ടാവണം. ഗായത്രി വർഷ അതിൽ പങ്കെടുത്തതാണ്. ഇപ്പം നേരത്തെ ഇടതുപക്ഷ സഹയാത്രികൻ മിസ്റ്റർ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ അവിടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു പ്രമേയം, അദ്ദേഹം പറഞ്ഞ അതേ ഭാഷയിൽ അവിടെ ഒരു പ്രമേയം, മുകേഷിനെ സംരക്ഷിക്കരുത്, അല്ലെങ്കിൽ മുകേഷ് രാജിവെക്കണം, അല്ലെങ്കിൽ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു പ്രമേയം ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ ഉണ്ടായോ ഇല്ലയോ എന്നെനിക്കറിയാത്തത് കൊണ്ട് എൻ്റെ സംശയം നിങ്ങളോട് പറയുകയാണ്. ഉണ്ടായില്ലെങ്കിൽ ഈ ഗായത്രി വർഷ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിനെ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഗായത്രി വർഷ അടക്കമുള്ള ആളുകൾ ഈ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം നിങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലെ പ്രസിഡന്റിനെ എതിർക്കുന്നു. ഇവിടെ വരുമ്പോൾ നൗഷദ് അലിയോട് പറയുന്നു രാഷ്ട്രീയം പറയരുതെന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു. ആ ചോദ്യം വളരെ കൃത്യമാണ്. സമൂഹത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് പരസ്പരം ചെളിവാരി അറിയേണ്ട ആവശ്യമില്ല, പരസ്പരം രാഷ്ട്രീയ നേട്ടത്തിനുള്ള ആശ്രമവുമില്ല. ഒരു മിനിറ്റ്, അത് നിങ്ങൾക്ക് തരാം. അത് പരസ്പരം ചെളിവാരി അറിയാനോ പരസ്പരം രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനോ ശ്രമിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ സുരേഷ് ഗോപിയുടെ വിഷയം വന്നപ്പോൾ ഞാൻ വളരെ കൃത്യമായ സ്റ്റാൻഡ് പറഞ്ഞത്, ബി.ജെ.പിയുടെ സ്റ്റാൻഡ് പറഞ്ഞത്, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുകേഷിനെ സംരക്ഷിക്കുന്നത്. ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ ആ അഭിപ്രായം തന്നെയാണ് എനിക്ക്. അതിലൊരു വിയോജിപ്പ് മാത്രമേ എനിക്ക് പ്രേംകുമാറിനോടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിലെ പീഡനം അളക്കാൻ യന്ത്രം കൊണ്ട് നടക്കുന്ന പാർട്ടിയാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ആ നിലപാട് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ നമ്മൾ അംഗീകരിക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അംഗീകരിക്കും. അപ്പോൾ ഇവിടെ രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. സമൂഹത്തിൽ നടക്കുന്ന വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടും. അത് ഇടതുപക്ഷത്തിന് വിരുദ്ധമാവുന്നത് കൊണ്ട്